ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ലേണിനു. സോ പി എസ് സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നതിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 32/2025 പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കൽ വിങ്ങിൽ ലൈൻമാൻ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് ഇതിൽ എക്സാം വരുന്നത്. ഇപ്പൊ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് വേക്കൻസീസും വരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലേക്കാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് വരുന്നത്. ജൂൺ 4 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം യൂസ് ചെയ്യുക. ഇതിലെ എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യുക. പറഞ്ഞ ഡേറ്റിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യുക. നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ 19 to 36 തന്നെയാണ് ഇതിനകത്തും ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ഏജ് റിലാക്സേഷൻ കിട്ടുന്ന കാറ്റഗറീസിന് അതിനനുസരിച്ച് ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലായിരിക്കും എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അത് മെയിൻ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഹയർ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ ഇക്വാലന്റ് ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ ആക്സെപ്റ്റഡ് ഇൻ ദ പ്രീവിയസ് സെലക്ഷൻ ഓഫ് ദിസ് പോസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ITI വയർമാൻ, IT ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, NEC ഇലക്ട്രീഷ്യൻ, KGCE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, KGCE ഇലക്ട്രിക്കൽ, NTC ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, NTC വയർമാൻ, NTC ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ, NTC ഇലക്ട്രീഷ്യൻ, SCVT ഇലക്ട്രീഷ്യൻ, NCVT ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രോണിക്സ്, പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതേപോലെ തന്നെ പിന്നെ ബിടെക്കിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് BE, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് BE. ഇനി MTech ആണെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് എടുത്തവർക്കും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എടുത്തവർക്കും ഒക്കെ ഒരേപോലെ ഈ ഒരു പോസ്റ്റിലേക്ക് ഇക്വലന്റ് ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം നോക്കി ഡിസ്ട്രിക്ട് ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഡേറ്റ് കഴിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. പലർക്കും വരുന്ന ഒരു പ്രശ്നമാണ്. പല എക്സാംസിന്റെയും ഡേറ്റ് കഴിഞ്ഞിട്ടാണ് പലരും അറിയുന്നത്. നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് നമ്മൾ തരുന്നുണ്ട്. കൂടാതെ ഇതുപോലുള്ള PSC എക്സാംസിന്റെ ഒക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് തരുന്ന നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമ്മുടെ ലേണിനോ ആപ്പിൽ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് റെക്കോർഡഡ് ക്ലാസ്സസ് എന്ന് വെച്ചാൽ പ്രീവിയസ് സിലബസ് വെച്ചിട്ട് റെക്കോർഡഡ് ക്ലാസ്സസും MCQസും PDF മെറ്റീരിയൽ, PYQs, ടെസ്റ്റ് സീരീസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എക്സാം വരുന്ന സമയത്ത് നമുക്ക് സിലബസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്ത് തരികയും ചെയ്യും. സോ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. താങ്ക് യു.